നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മാത്രം മത്സരിച്ചാൽ പോരാ എന്നുള്ള രീതിയിലേക്കാണ് BJP നരേന്ദ്രമോദിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. വാരണാസിയിൽ ഇക്കുറി നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു. അവിടെ കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെങ്കിൽ സമാജ്വാദി പാർട്ടി അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നടത്തി നരേന്ദ്രമോദിയുടെ പരാജയത്തിന് കാരണമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വാരണാസി അല്ലാതെ ഗുജറാത്തിലെ മറ്റൊരു മണ്ഡലം, അതായത് വഡോദരയിൽ ഒരുപക്ഷെ നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിക്ക് പുറമെ വഡോദര തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിന് കാരണമായത് വാരണാസിയിലെ വിജയം സുനിശ്ചിതമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വഡോദരയിൽ ജയിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അന്ന് കോൺഗ്രസിൻ്റെ മധുസൂദൻ മിസ്ത്രിയാണ് നരേന്ദ്രമോദി പരാജയപ്പെടുത്തിയത്. ഇക്കുറി രാഷ്ട്രീയപരമായി കോൺഗ്രസിൻ്റെ നേട്ടമൊന്നും ഗുജറാത്തിൽ നിന്നും ലഭിക്കാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഗുജറാത്തിലെ ഏതെങ്കിലും ഒരു സേഫ് സീറ്റിൽ കൂടി മത്സരിക്കുന്നത് അനിവാര്യമായിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എപ്പോഴും കലങ്ങിമറിയുന്ന രാഷ്ട്രീയമാണ് ഉത്തർപ്രദേശിലേത്. എന്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സംസ്ഥാനം. വർഷങ്ങളായി സമാജ്വാദി പാർട്ടിയുടെ കുത്തകയായിരുന്ന പല സീറ്റുകളും അനായാസം BJP ധ്രുവീകരണ മന്ത്രത്തിലൂടെ നേടിയെടുത്തിരുന്നു. എന്നാൽ ജനങ്ങൾ തിരിച്ചറിവ് വരുമ്പോൾ അത് മാറി ചിന്തിച്ച് ഒരുപക്ഷെ മാറ്റത്തിലേക്ക് വന്നാൽ BJPക്ക് പണിയാകും. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80-ൽ കേവലം 10 സീറ്റ് മാത്രമേ BJPക്ക് ഉത്തർപ്രദേശിൽ നിന്നും നേടാൻ കഴിഞ്ഞുള്ളൂ. അന്ന് കോൺഗ്രസ് നേടിയത് 21 ലോക്സഭാ സീറ്റുകളാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ആ 21 ലോക്സഭാ സീറ്റുകളും നേടിയെടുത്തത്. എന്നാൽ 2014 ആയപ്പോൾ 71 സീറ്റുകളാണ് BJP കൊയ്തെടുത്തത്. അമിത്ഷാ ആയിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ ഉത്തർപ്രദേശിൽ നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് കാരണമായിരുന്നു അമിത്ഷായ്ക്ക് പാർട്ടി അധ്യക്ഷ സ്ഥാനം ദേശീയ തലത്തിൽ നൽകിയത്. പിന്നീട് അദ്ദേഹം രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായി ആദ്യമായി അവിടെ പ്രത്യേകമായിട്ടുള്ള സഹകരണ വകുപ്പ് രൂപീകരിച്ച് അതിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രിയും ആയി. എന്നാൽ ഇക്കുറി അമിത്ഷാ പോലും കൃത്യമായി കണക്കൂട്ടുന്നത് ഗുജറാത്തിൽ നിന്ന് മത്സരിക്കുന്നത് തന്നെയാണ്. അതായത് മോദിയുടെ തട്ടകത്തിൽ നിന്നും മത്സരിക്കുന്നതാണ് കൂടുതൽ സേഫ്, അല്ലാതെ ഉത്തർപ്രദേശിൽ മാത്രമായി ചുരുങ്ങരുത്. ഉത്തർപ്രദേശുകാരനല്ലാത്ത നരേന്ദ്രമോദിക്ക് സ്വീകാര്യത അവിടെ ഉണ്ടെങ്കിലും ആ സ്വീകാര്യതയേക്കാൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത് തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി ഇന്നേ വരെ ഒരു MLA ആകാനോ MP ആകാനോ വേണ്ടി മത്സരിച്ചിട്ടില്ല. ആദ്യമായി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം രാജ്ഘട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതുപോലും. അതുപോലെ തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇങ്ങനെയൊക്കെ റെക്കോർഡുള്ള പ്രധാനമന്ത്രിക്ക് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങൾ സ്വീകരിച്ചേ മതിയാവൂ എന്നുള്ള RSSൻ്റെ കൂടി ശക്തമായിട്ടുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഒരു ഈസി വാക്ക് ഓവറായി കാണാൻ കഴിയുന്നില്ല.